ഹായ് ഓൾ. ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക്. സാധാരണയായിട്ട് 10 മുതൽ 15 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ LDയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ കുറച്ച് നേരത്തെ തന്നെ ആരംഭിക്കാം. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രദക്ഷിണത്തിലെ ദ അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ സർവഭയങ്ങളും നശിപ്പിക്കുന്നത്, ഓപ്ഷൻ ബി മോക്ഷദായകമാണ്, ഓപ്ഷൻ സി രോഗനാശകമാണ്, ഓപ്ഷൻ ഡി ഐശ്വര്യദായകമാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രദക്ഷിണമൊക്കെ ചെയ്യാറില്ലേ? അപ്പോൾ ഇതിലെ ദ എന്ന് പറയുന്ന അക്ഷരം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസേഴ്സ് ടൈപ്പ് ചെയ്തോളൂ. ദ പ്രദക്ഷിണം എന്നതിലെ ദ എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, മോക്ഷദായകമാണ്. നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ ചെന്നിട്ട് പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ ദ എന്ന് പറയുന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? മോക്ഷദായകമാണ്. പ്രദക്ഷിണത്തിലെ പ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവഭയങ്ങളെയും നശിപ്പിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും പേടികളും ഭയങ്ങളും ഒക്കെ പോകുന്നതാണ് പ്രദക്ഷിണത്തിലെ പ്ര. രണ്ടാമത് ദ എന്ന് പറയുന്നത് മോക്ഷദായകമാണ്. ക്ഷി രോഗനാശകമാണ്. ന ഐശ്വര്യദായകമാണ്. ന എന്തിനെ സൂചിപ്പിക്കുന്നു? ഐശ്വര്യദായകവുമാണ്. അപ്പോൾ പ്രദക്ഷിണത്തിലെ ദ എന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ. മോക്ഷദായകമാണ് ധ എന്ന് പറയുന്ന അക്ഷരം. ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. ഏത് ദിക്ക് നോക്കിയാണ് തീർത്ഥം സേവിക്കേണ്ടത്? കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്ന് തരുന്ന തീർത്ഥം സേവിക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് ദിക്ക് നോക്കിയാണ് തീർത്ഥം സേവിക്കേണ്ടത്? ആൻസേഴ്സ് കമൻ്റായിട്ട് ഇടാവുന്നതാണ്. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ തീർത്ഥം കിട്ടാറുണ്ട്. ഈ തീർത്ഥം നമ്മൾ കിഴക്ക് ദിക്ക് നോക്കി വേണം സേവിക്കാനായിട്ട്. നമ്മുടെ വലത് കൈയിൽ 5 വിരലുകളും ചേർത്ത് വെച്ചിട്ട് ഒരു കുമ്പിളുണ്ടാക്കിയിട്ട് ഇതിൽ കിഴക്ക് നോക്കിയിട്ട് വേണം നമ്മൾ തീർത്ഥം സേവിക്കാൻ. സാധാരണയായിട്ട് ഇതിൽ മലർ, തുളസി, കൂവളം ഇതൊക്കെ തീർത്ഥത്തിലുണ്ടാകും. ഇത് നമുക്ക് രോഗശാന്തി, പ്രതിരോധ ശക്തിയുമൊക്കെ ഈ തീർത്ഥം സേവിക്കുന്നതിലൂടെ കിട്ടും. രോഗശാന്തി, പ്രതിരോധ ശക്തിയുമൊക്കെ കിട്ടും. കിഴക്ക് ദിക്ക് നോക്കി വേണം തീർത്ഥം സേവിക്കാനായിട്ട്. ശിവൻ ഉപയോഗിക്കുന്ന അഭിഷേകമേത്? ഭസ്മം, ജലം, കളഭം, പാല്, പഞ്ചാമൃതം. ആൻസേഴ്സ് ടൈപ്പ് ചെയ്തോ. ശിവഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിലെന്തായിരിക്കും ഭഗവാൻ ഏറ്റവും കൂടുതൽ. നമ്മൾ ശിവഭഗവാന്റെ പ്രതീകമായിട്ട് നമ്മുടെ നെറ്റിയിൽ തന്നെ അത് ഇടുന്നുമുണ്ട്. അപ്പോൾ ശിവഭഗവാൻ ഉപയോഗിക്കുന്ന അഭിഷേകം ഭസ്മം, ജലം, കളഭം, പാല്, പഞ്ചാമൃതം. ഏതാണ് ശിവഭഗവാന് നമ്മൾ ഉപയോഗിക്കുന്ന അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്? ഏതാണ്? യെസ്, ശിവഭഗവാൻ എന്ന് പറയുമ്പോൾ ഭസ്മത്തിൻ്റെ ആളാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഭഗവാന് നമ്മൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് ഭസ്മവും ജലവുമാണ്. കളഭം, പാല്. ഈ കളഭവും പാലും നമ്മൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് വിഷ്ണുവിനാണ്. വിഷ്ണുവിൻ്റെ അഭിഷേകത്തിന് കളഭം, പാലുപയോഗിക്കും. പഞ്ചാമൃതം ആരുടെ അഭിഷേകത്തിനാണ്? സുബ്രഹ്മണ്യ സ്വാമിയുടെ അഭിഷേകത്തിനാണ് നമ്മൾ പഞ്ചാമൃതം ഉപയോഗിക്കുന്നത്. വിഷ്ണു കളഭം, പാല്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതമാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. അയ്യപ്പൻ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് നെയ്യാണ്. അപ്പോൾ ഭയങ്കര ശിവഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജലധാരയൊക്കെ ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ നടത്താറുണ്ട്. ഇത് ഭഗവാൻ അഭിഷേകത്തിന് എപ്പോഴും ജലവും ഭസ്മവുമാണ് ശിവഭഗവാൻ ഉപയോഗിക്കുന്നത്. വിഷ്ണു ഭഗവാനാണ് നമ്മൾ അഭിഷേകത്തിനായിട്ട് കളഭവും പാലും ഉപയോഗിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, നെയ്യ് ഉപയോഗിക്കുന്നത് അയ്യപ്പന് അഭിഷേകം നടത്താനാണ് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നത്. അടുത്തത് പുണ്യാഹത്തിലെ പുക്കാരം എന്തിനെ സൂചിപ്പിക്കുന്നു? പുക്കാരം
പാപനാശനത്തെ, ദേഹശുദ്ധിയെ, സ്ഥാനശുദ്ധിയെ. പുണ്യാഹം കുടിക്കാറില്ലേ ക്ഷേത്രങ്ങളിൽ പുണ്യാഹം? ഇതിനകത്തിലെ പു എന്ന് പറയുന്ന അക്ഷരം പുകാരം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യെസ്, പുണ്യാഹത്തിലെ പുകാരം ഓപ്ഷൻ എ ആണ്. പാപനാശനത്തെയാണ് പുകാരം സൂചിപ്പിക്കുന്നത്. നകാരം ദേഹശുദ്ധിയാണ്. അത് സ്ഥാനശുദ്ധിയെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് പുണ്യാഹത്തിലെ നമ്മൾ പു എന്ന് പറയുന്നത് പു എന്ന കാരം, പുകാരം സൂചിപ്പിക്കുന്നത് പാപനാശനത്തെയാണ്. നകാരം പുണ്യാഹം ന ദേഹശുദ്ധിയാണ്. സ്ഥാനശുദ്ധിയെയുമാണ് കുറിക്കുന്നത്. ഓർത്തു വെച്ചേക്കുക ഈ 4 എണ്ണം. ഇത് 3 എണ്ണം. പൂ എന്ന് പറയുന്നത് പാപനാശനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശൈവമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലകമേത്? ഭസ്മം, ചന്ദനം, കുങ്കുമം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഓൾറെഡി ഇടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു ഹിൻ്റൊക്കെ കുറച്ച് മുമ്പ് തന്നായിരുന്നു. ശൈവമായതിനെ സൂചിപ്പിക്കുന്നത്, ശൈവം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? യെസ്, ശൈവമായതിനെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഭസ്മമാണ്. ശൈവമായതിനെ ഓപ്ഷൻ എ ആണ് ആൻസർ, ഭസ്മമാണ്. ഈ ഭസ്മത്തിന് പറയുന്ന വേറൊരു പേര് വിഭൂതി എന്നാണ്. ഭസ്മം അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ്? വിഭൂതി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭസ്മം നമ്മൾ രാവിലെ നനച്ചും വൈകിട്ട് നനയ്ക്കാതെയുമാണ് തൊടേണ്ടത്. പിന്നെ ഈ 3 വരെയുള്ള ഭസ്മക്കുറി ഉണ്ടല്ലോ, ആ 3 എണ്ണത്തിലുള്ള ഭസ്മക്കുറി, ഈ 3 എണ്ണത്തിലുള്ള ഭസ്മക്കുറി തൊടുവാൻ ശരിക്കും അധികാരമുള്ളത് സന്യാസികൾക്ക് മാത്രമാണ്, 3 എണ്ണം വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ ശൈവമായതിനെ ഭസ്മമാണെങ്കിൽ വൈഷ്ണവമായതിനെ സൂചിപ്പിക്കുന്നതാണ് ചന്ദനം. വൈഷ്ണവമായതിനെ സൂചിപ്പിക്കുന്നത് ചന്ദനമാണ്. നമ്മൾ ചന്ദനം ഇടാനായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് മോതിര വിരൽ വെച്ചിട്ട് വേണം ചന്ദനം ഇടാനായിട്ട്. ശാക്തികമായതിനെ, നമ്മുടെ ശക്തിയെയാണ്, ശാക്തികമായതിനെ സൂചിപ്പിക്കുന്നതാണ് കുങ്കുമം എന്ന് പറയുന്നത്. അപ്പൊ ശാക്തികമായതിനെ സൂചിപ്പിക്കുന്നത് കുങ്കുമമാണ്. ശൈവമായതിനെ ഭസ്മമാണ്. ഭസ്മം നമുക്ക് ഐശ്വര്യമൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട്, വിഭൂതി എന്ന് പറയുന്നുണ്ട്. കുങ്കുമം 2 പുരികങ്ങൾക്കും മധ്യ വൃത്താകൃതിയിലാണ്, നമ്മുടെ നടുവിരൽ വെച്ചിട്ടാണ് നമ്മൾ കുങ്കുമം ഇടുന്നത്. അതുപോലെ ചന്ദനം ഇടാനായിട്ട് നമ്മുടെ മോതിരവിരലാണ് ഉപയോഗിക്കുന്നത്. ഈ ചന്ദനം, ഭസ്മം, അതുപോലെ കുങ്കുമം, ഇത് 3ഉം കൂടെ തൊടുന്നത് ത്രിപുര സുന്ദരിയുടെ പ്രതീകമാണ്. ഇത് 3ഉം നമ്മൾ ഒരുമിച്ച് തൊടുന്നത് ത്രിപുര സുന്ദരി പ്രതീകമാണ്. ത്രിപുര സുന്ദരി പ്രതീകമാണ്. കാരണം ഞാൻ പറയാം, ഈ നമ്മൾ ഇതായത് ഭസ്മം ശിവഭഗവാനും ചന്ദനം വൈഷ്ണവം എന്നല്ലേ പറയുന്നത്. അപ്പോൾ വിഷ്ണു ഭഗവാനാണ് ഇവിടെ വരുന്നത്. കുങ്കുമം എന്ന് പറയുമ്പോൾ ദേവിയെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ഒരു പ്രസൻസ് ഉണ്ട്. അതാണ് ത്രിപുര സുന്ദരി എന്ന് പറയുന്നത്. ഇത് 3ഉം കൂടെ തൊടുന്നത് ത്രിപുര സുന്ദരി പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ചന്ദനം ആരുടെ പ്രതീകമായാണ് നെറ്റിയിൽ അണിയുന്നത്? ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ദുർഗയുടെ, ഓപ്ഷൻ ബി വിഷ്ണുവിൻ്റെ, ഓപ്ഷൻ സി ശിവന്റെ. ആരുടെ പ്രതീകമായിട്ടാണ്? യെസ്, നമ്മൾ വിഷ്ണു ഭഗവാന്റെ പ്രതീകമായിട്ട് നെറ്റിക്ക് ലംബമായിട്ടാണ് ചന്ദനം നെറ്റിയിൽ അണിയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, വിഷ്ണുവിൻ്റെ പ്രതീകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം ഭൂപാല രാഗം, മലയമാരുതം,
പൂരിക്കല്യാണി, ആനന്ദ ഭൈരവി. ക്ഷേത്ര പൂജകൾ കഴിഞ്ഞ ദിവസത്തെ യൂട്യൂബിൽ ഞാൻ ക്ഷേത്രങ്ങളിലെ പൂജകളൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഉച്ച പൂജ, ഉഷ പൂജ, താഴ പൂജയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ സമയത്തും ഓരോ രാഗങ്ങളുണ്ട്. ചോദിച്ചിരിക്കുന്ന ഉഷ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം ആൻസർ ഇടാം. ഭൂപാള രാഗം, മലയമാരുതം, പൂരിക്കല്യാണി, ദെൻ അതുപോലെ ആനന്ദ ഭൈരവി. ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ, മലയമാരുതമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് മലയമാരുതമാണ്. ഭൂപാള രാഗം പള്ളി ഉണർത്താൻ വേണ്ടിയിട്ട്, അതായത് ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന രാഗമാണ് ഭൂപാള രാഗം. ഇത് ഉറക്കമില്ലല്ലോ, അത് ഉണർത്താനായിട്ടാണ് നമ്മൾ ഭൂപാള രാഗം. ഉഷപൂജയ്ക്ക് മലയമാരുതമാണ്. വൈകുന്നേരം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന രാഗമാണ് അല്ലെങ്കിൽ ആലപിക്കുന്ന രാഗം എന്ന് പറയുന്നത്, ആലപിക്കുന്ന രാഗം പൂരിക്കല്യാണിയാണ്. രാത്രിയിൽ ആനന്ദ ഭൈരവിയുമാണ്. അപ്പം ക്ഷേത്രങ്ങളിൽ രാഗങ്ങളുണ്ട്, പക്ഷേ വൈകുന്നേരം ക്ഷേത്രങ്ങളിൽ സാധാരണയായിട്ട് ഉഷപൂജയിൽ ആലപിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കുന്ന മീൻസ് ആലപിക്കുന്ന രാഗം മലയമാരുതമാണ്. പള്ളി ഉണർത്താനായിട്ട് ഭൂപാള രാഗം, വൈകുന്നേരം പൂരിക്കല്യാണി, രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ആനന്ദ ഭൈരവിയുമാണ്. നെക്സ്റ്റ് വൺ, മൂകാംബികയിലെ പ്രധാന പ്രസാദം കഷായ തീർത്ഥം, നെയ്യ്, പഞ്ചാമൃതം, ലഡു. മൂകാംബികയിലെ പ്രധാന പ്രസാദം മൂകാംബികയിലെ പ്രധാനപ്പെട്ട പ്രസാദമേത്? മൂകാംബികയിലെ പ്രധാന പ്രസാദം ഓപ്ഷൻ എ ആണ് ആൻസർ, കഷായ തീർത്ഥമാണ്. നെയ്യ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി, നമ്മൾ കുറച്ച് മുമ്പ് നെയ്യ് അഭിഷേകമൊക്കെ പഠിച്ചു ഇല്ലേ. ശബരിമലയിലെ പ്രധാന പ്രസാദമാണ് നെയ്യെന്ന് പറയുന്നത്. ശബരിമലയിലെ പ്രധാന പ്രസാദം നെയ്യാണ്. പഞ്ചാമൃതം പഴനിയിലാണ്, തിരുപ്പതിയിലാണ് ലഡു. തിരുപ്പതി ലഡുവാണ് പ്രധാന പ്രസാദം. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. ദെൻ നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അമ്പലപ്പുഴ പാൽപ്പായസമാണ് അവിടുത്തത്. അതുപോലെ പറശ്ശിനിക്കടവിലെ പ്രധാനപ്പെട്ട വഴിപാട് ചോദിച്ചാൽ പയറും പപ്പടവുമാണ് പറശ്ശിനിക്കടവ്. ഭഗവാൻ അവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പന് നമ്മൾ മത്സ്യവും കള്ളും നിവേദിക്കുന്ന ക്ഷേത്രമാണ് അല്ലേ. അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറയുന്നത് പയറും പപ്പടവുമാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം. സരസ്വതിക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം, പൂജയ്ക്ക് സരസ്വതി ദേവി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും. കുങ്കുമം, താമര, കൂവളം, ചെമ്പരത്തി. സരസ്വതിക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം. സരസ്വതി ദേവി എന്തിലായിരിക്കുന്നത് നമുക്കറിയാം, അത് തന്നെ അങ്ങോട്ട് ഓർത്താൽ മതി. സരസ്വതിക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പമേത്? യെസ്, അത് ഓപ്ഷൻ ബി താമരയാണ്. ഓർത്തു വെച്ചേക്കുക. ദുർഗാദേവിയാണ് പറയുന്നതെങ്കിൽ കുങ്കുമപ്പൂവാണ്. കൂവളം ശിവഭഗവാനാണ്. ചെമ്പരത്തി, അരളി ഇതെല്ലാം ഗണപതി ഭഗവാന് പൂജയ്ക്ക് ഉപയോഗിക്കും. ഗണപതി ഭഗവാന് ചെമ്പരത്തി ഇഷ്ടമാണ്. കൂവളം ശിവഭഗവാനാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. കുങ്കുമം ദുർഗാദേവിക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുന്നു. ദുർഗയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കുങ്കുമം എന്ന് പറയുന്നത്. സരസ്വതി ദേവിക്ക് എപ്പോഴും താമരയാണ്. സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതം നവരാത്രി, ഏകാദശി, തിരുവാതിര, പൗർണമി. സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടിയിട്ട് ആൻസർ ഇതിനകത്തിൽ വന്നിട്ടില്ല. നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള വ്രതം ഷഷ്ടിവ്രതമാണ് കേട്ടോ. ഷഷ്ടിവ്രതമാണ് സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഷഷ്ടിവ്രതമാണ്. നവരാത്രി വ്രതം എന്ന് പറയുന്നത് ദുർഗാദേവിക്ക് വേണ്ടിയിട്ടാണ്, ദുർഗാപ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ഏകാദശി വിഷ്ണു ഭഗവാന് വേണ്ടിയിട്ട്, അതായത് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം ഏകാദശിയാണ്. തിരുവാതിര വ്രതം ഭഗവാൻ പരമശിവനുമായി,
ശിവഭഗവാനുമായിട്ടാണ് തിരുവാതിര വ്രതം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷനിലില്ല. സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന് പറയുന്നത് ഷഷ്ഠി വ്രതമാണ്. അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം നമുക്ക് വ്രതം എന്ന് പറയുന്ന 3 തരത്തിലുള്ള വ്രതമുണ്ട്. നിത്യം, നൈമത്തികം, കാമ്യം. നിത്യം, നൈമത്തികം, കാമ്യം ഇങ്ങനെ 3 തരത്തിലുള്ള വ്രതങ്ങളുണ്ട്. കാമ്യവ്രതം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ട്, ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വ്രതമാണ് കാമ്യം. ഒരു കാമ്യവ്രതമാണ് തിങ്കളാഴ്ച വ്രതം. നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ പുണ്യത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന വ്രതമാണ് നിത്യവ്രതം എന്ന് പറയുന്നത്. പുണ്യം കിട്ടണം, പുണ്യത്തിനായിട്ട് നിത്യവ്രതം. നൈമത്തികം, പാപം നശിക്കാനാണ് നമ്മൾ നൈമിത്തികം എടുക്കുന്നത്. അപ്പോൾ പുണ്യത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന വ്രതം ചോദിച്ചു കഴിഞ്ഞാൽ നിത്യം, പാപനാശനത്തിനാണ് നൈമിത്തികം എന്ന് പറയുന്ന വ്രതം. കാമ്യം, നമ്മുടെ ആഗ്രഹം നടക്കാനായിട്ടാണ് കാമ്യവ്രതം എടുക്കുന്നത്. ഏകാദശി ഏത് ദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിഷ്ണു, ശിവൻ, സുബ്രഹ്മണ്യൻ, ആദിത്യൻ. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം ഏകാദശിയാണ്. ഏകാദശി ഓപ്ഷൻ എ ആണ്. വിഷ്ണു ഭഗവാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രം തിരുവോണം, തിരുവാതിര, അത്തം, വിശാഖം. ഓപ്ഷൻ എ തിരുവോണം, ഓപ്ഷൻ ബി തിരുവാതിര, ഓപ്ഷൻ സി അത്തം, ഓപ്ഷൻ ഡി വിശാഖം. മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രം. മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രം തിരുവോണമാണ്. തിരുവാതിര ശിവഭഗവാനാണ്, ശിവൻ. ഗണപതി ഭഗവാന്റെ ജന്മനക്ഷത്രമാണ് അത്തം. വിശാഖം സുബ്രഹ്മണ്യ സ്വാമിയുടേതാണ് വിശാഖം എന്ന് പറയുന്നത്. അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം ഉത്രമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും പഠിക്കാനായിട്ട് അതുപോലെ ഉള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. നമ്മുടെ പെയ്ഡ് ബാച്ച് ജൂൺ 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ആപ്പ് ഇതൊരു ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നമ്മൾ എല്ലാ ദിവസവും ഫ്രീ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബിൽ പോകുന്ന വീഡിയോസിൻ്റെയൊക്കെ ഫ്രീ PDF-ഉം നിങ്ങൾക്ക് ഈ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ദെൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് പോയിന്റ്സ് നമ്മൾ യൂട്യൂബിൽ കൂടിയും തരുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ. ദെൻ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഗൂഗിളിൽ ചെന്നിട്ട് ജസ്റ്റ് ADA 24/7 മലയാളം കൊടുത്താൽ മതി. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അവിടെ വരും. അതായത് നമുക്കിപ്പോൾ കുറേ പ്രോഡക്റ്റ് കാണാൻ പറ്റും. നമുക്കിപ്പോൾ വേണ്ടത് നമ്മുടെ ദേവസ്വം ബാച്ചാണ്. അപ്പോൾ കുറച്ച് ബാക്കിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ദേവസ്വം ബാച്ച് കാണാവുന്നതാണ് നിങ്ങൾക്ക്. ബാച്ച് 2 ദേവസ്വം ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രീൻ ദേവസ്വം ബാച്ച് സ്റ്റാർട്ട് ഓൺ ജൂൺ 25 എന്ന് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ബൈ നൗ എന്നിങ്ങനെ കൊടുക്കുക. അപ്പോൾ 3 വരും. അപ്ലൈ ഓഫർ, ഫിൽ ഡീറ്റെയിൽസ്, ദെൻ ലാസ്റ്റ് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം അപ്ലൈ ഓഫറിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങളോട് ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. ഡിസ്കൗണ്ട് കോഡ് മറക്കരുത്. Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏകദേശം 475 രൂപയെ പോയിട്ട് 2323 നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ദെൻ ഫിൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ദെൻ പേയ്മെൻറ്റ് കൊടുക്കുക. അതിനുശേഷം ഈ ക്ലാസ് കാണാനായിട്ട് മൈ കോണ്ടൻറ്റിൽ ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ മൈ കോണ്ടൻറ്റിൽ നമ്മുടെ കോഴ്സ് കിടപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാൻ പറ്റും. ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്